ഇന്ന് എത്താൻ കുറച്ച് ഹാർഡായി വരുന്നുണ്ട്. മടി എനിക്ക് കുറച്ച് ശീലങ്ങളെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാം. നമ്മളെ ചിട്ട വരാൻ തുടങ്ങി. നോ പറയാൻ പറ്റുന്നുണ്ട്. അത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നോർമൽ മിഡിൽ ക്ലാസ്സുകാരുടെ എന്ത് മാറ്റം എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എന്നോട് വാങ്ങുമല്ല ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ വാക്കാം ഫോണിൽ കളിച്ച് കാരണം ആദ്യം നമുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇതുകൊണ്ടാണ് മാറ്റി മറ്റുള്ള നെഗറ്റിവിറ്റി ആണ് നോക്കി നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ മാത്രമേ മൊത്തം പോവാ നെക്സ്റ്റ് 10 പേജ് ബുക്ക് വായിക്കാൻ പോകുന്നത് ഈ യൂസർ നമുക്ക് വേണ്ടി ഒരിക്കലും മിസ് ചെയ്ത് നടക്കാൻ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. നമ്മള് കുറച്ച് ഹാർഡായി വരുന്നുണ്ട്. കാരണം നീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, എന്തൊക്കെയോ മടി അതൊക്കെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മള് വിട്ടെടുക്കൂല, എന്തൊക്കെ വന്നാലും വിട്ടെടുക്കൂല. 75 ദിവസം ഇത് തികച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ, അത് ഉറപ്പിച്ചതാ. അപ്പം ഇനി നേരെ ജിമ്മിലേക്ക് പോവാം. നീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിന് എന്തോ ഇടയ്ക്കൊരു മടി കയറുന്നൊരു സീനുണ്ട്. മടി കയറുക പറഞ്ഞാല് നമ്മുടെ ശീലങ്ങളെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഹാർഡായിട്ട് തന്നെ വരും. എന്തൊക്കെ വന്നാലും നമ്മൾ വിട്ടെടുക്കൂല എന്ന് ഉറപ്പിച്ചാണ്. 75 ഹാർഡ് എടുത്തിരിക്കും. ഇത്രയും ദിവസം നമ്മൾ 75 ഹാർഡ് എടുത്തതിൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ചിട്ട വരാൻ തുടങ്ങി. കറക്റ്റ് ടൈമിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ബുക്ക് വായന, ഇതൊക്കെ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അത് മാത്രമല്ല പല സ്ഥലത്തും എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ ഒരു 70% ഞാൻ സ്ഥലങ്ങളിലേക്ക് നോ പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ എനിക്കും വേണ്ടി സമയം കണ്ടെത്തൽ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നേരെ ഓപ്പോസിറ്റായി. നമ്മുടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു ഉപകാരം. ഇതിലേക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കാം. ഫസ്റ്റ് കുപ്പി വെള്ളം കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ജിമ്മിലേക്ക് വിടണം. നമുക്ക് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമന്റുകളോ കാര്യങ്ങളോ അറിയിക്കാണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും മാറ്റം വരുത്താണ്ട് ഞാൻ എന്തായാലും വരുത്തിയിരിക്കും. എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് പല കാര്യങ്ങളും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അറ്റോമിക് ഹാബിറ്റിൽ പറഞ്ഞ പോലെ യുവർ ഹാബിറ്റ് ബിക്കം യുവർ ബിഹേവിയർ. അതേപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ് നമ്മുടെ ബിഹേവിയറായി മാറും. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് മാറും. ആ ലെവലിലേക്ക് നമ്മൾ മാറും. എപ്പോഴും കുറച്ച് ഹാർഡ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പല കാര്യങ്ങളും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ ജിമ്മിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, അപ്പം ജിമ്മിൽ കാണാം. എനിക്കിപ്പോഴും അത്ഭുതമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. കാരണം ഒരു നോർമൽ മിഡിൽ ക്ലാസ്സുകാരൻ്റെ നോർമൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ആളെ ഞാൻ അവിടെ നിന്ന് ഇത്രയൊക്കെ മാറാൻ പറ്റി. അപ്പോൾ ഇനിയും എനിക്ക് മാറാൻ പറ്റുന്നുള്ളൊരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ വീഡിയോയിൽ പല പോരായ്മകളും ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കും, മാറ്റാൻ പറ്റും. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മളെ ചെറുക്കനത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ജിമ്മിലേക്ക് പോവാം. ഓടിക്കയറിയാൽ കുറച്ച് വാമപ്പ് ആവും ചെയ്യും. ഓടിയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വാമപ്പ് സെറ്റായി. ഇനി കുറച്ചുകൂടെ ചെയ്തിട്ട് നേരെ കളിക്കാറിറങ്ങാം. ഇത് കളിക്കാൻ നമ്മളിവിടെ സുബ്രനൂടെ ഉണ്ടായി. എല്ലാവരും പാടെ ആയപ്പോൾ നമ്മള് കളി ഉഷാറായിട്ടുണ്ട് കളിച്ച്. അടിപൊളി ഇന്നത്തെ ദിവസം. നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാണ്. ഇന്ന് എല്ലാരും കൂടി ഇട്ട് ജിമ്മ് അടിപൊളിയായി. കളിച്ചതും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ഇരുന്ന ഫുഡ് ദിവസം. നമ്മള് വീട്ടിലെത്തി. വീട്ടിലെ സ്ഥിരം റൊട്ടീൻ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ട് ബാക്കി പരിപാടി ഞാൻ സ്പീഡാക്കണം. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ടാണ് തീർത്ത്. രാവിലെ വർക്കൗട്ടിന് പോയി. രണ്ട് ബോട്ടിൽ വെള്ളം കുടിച്ചു. പിന്നെ നല്ല ഫുഡ് കഴിച്ചു. ഇനി നേരെ വർക്കിന് പോകാം നമുക്ക്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി ബുക്ക് വായിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് 10 പേജ് കൂടെ ക്ലിയർ ആക്കണം. 10 പേജ് കൃത്യമാക്കാനല്ല, 10 പേജ് എന്തായാലും വായിക്കും. അതിൽ കൂടുതലുണ്ടെങ്കിൽ അപ്പോഴത്തെ ഡിപ്പെൻസാണ്. പിന്നെ ഇതാ 4ാമത്തെ കുപ്പി വെള്ളം ഏകദേശം തുടങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ തീരും. പിന്നെ ഈ ഒരു കുപ്പി വെള്ളം ജസ്റ്റ് വാക്കിങ് കാര്യം മാത്രമേ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു നല്ല ഇനിയും വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അത് വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ ഒരാളെ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് എന്താ അതിന്റെ പ്രശ്നം എന്നുള്ള കമന്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് മാറ്റങ്ങൾ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ മാറ്റങ്ങളും ഞാൻ മാറ്റാൻ ശ്രമിക്കും. നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ലെവലിലേക്ക് നമ്മളെ വീഡിയോനെ കൊണ്ടുപോകണം.
അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ പുതിയ വീഡിയോ കാര്യങ്ങളും കിട്ടണമെങ്കിൽ ബെല്ലൈക്കനും പാടെ എനേബിൾ ചെയ്തിട്ടാൽ മതി. അപ്പം നിങ്ങൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് 8ാം ദിവസമാണ് 75 ആളിൽ. ഈ 8 ദിവസം കൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച പല കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുള്ള് പോസിറ്റീവ് ആയിട്ട് സത്യം പറഞ്ഞ ഒരു വാവ് മൂവ്മെന്റ്. ഇത് 75 ദിവസം കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും, വിട്ടു കൊടുക്കൂല. അത് ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു വാക്കാണ്. കുറച്ച് കഷ്ടപ്പാട് നിന്ന് രാവിലേക്ക് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും എന്തായാലും വിട്ടു കൊടുക്കാനുള്ള വാശി ഉള്ളതുകൊണ്ട് എണീച്ച് പോയി, ഒരു സീനില്ല. 75 ആട് പറഞ്ഞാല് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം വെച്ചാൽ ലൈഫിൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഫോണിൽ കളിച്ച് സമയം വെറുതെ വേസ്റ്റ് ആയി, കുറേ സമയം നമ്മൾ വേസ്റ്റ് ആക്കി പോകുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ജീവിക്കുക, നമുക്ക് വേണ്ടി അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളവരെ ചിന്തിച്ചാൽ മതി. കാരണം വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് നമ്മളെ മാത്രമാണ്. അപ്പം നമ്മളെ ഹെൽത്തിനും നമ്മുടെ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യാം. അത് ഇപ്പം എനിക്കത് ഫീൽ ആവുന്നുണ്ട്. കാരണം വെച്ചാൽ അതൊരു പ്രത്യേകതരം ഫീലാ. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഫസ്റ്റ് ജീവിച്ച് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, എല്ലാവരും വേണം നമുക്ക്. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്കെന്ന് വെച്ചാല് ഫസ്റ്റ് മറ്റുള്ളവരുടെ കാര്യം ഇനി ഞാൻ എപ്പോഴും നോക്കാൻ നിൽക്കില്ല. മറ്റുള്ളവർക്ക് അത് വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും, ഇത് വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. ഇതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുമായിരുന്നു. അത് എൻ്റെ വലിയൊരു നെഗറ്റിവിറ്റി ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം വെച്ചാല് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഒന്നും ചെയ്തു തരില്ല. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം ഫസ്റ്റ്. പിന്നെ സമയം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പറ്റാവുന്നൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒക്കെ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ സഹായിക്കണം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്തിരിക്കണം. അവിടെയാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ട്. അത് ഇങ്ങോട്ട് വന്നാൽ തന്നെ മൊത്തം പവറാ. ഇന്നിത് പറയണം എന്ന് തോന്നി നിങ്ങളോട്. കാരണം വെച്ചാൽ അത് ശരിക്കും ഫീൽ ആയതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളിതാ നെക്സ്റ്റ് 10 പേജ് ബുക്ക് വായിക്കാൻ പോകണം. കണ്ട ബുക്ക് ഇവിടെ എത്തി. ഒരു 2-3-4 ദിവസം കൊണ്ട് ബുക്ക് ഇവിടെ എത്തി. ഇനി കുറച്ചുകൂടെ തീർക്കാം. അല്ല പിന്നെ നമ്മളോടെ കളി. പിന്നെതാ 4ാമത്തെ കുപ്പി വെള്ളമാണ്. ഇതോടെ കുടിക്കുക. ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളവും പിന്നെ വൈകുന്നേരത്തെ വാക്കിങ്ങും പാടെ വായിക്കുള്ളൂ. എന്തായാലും നമുക്ക് വായിച്ചാളാം, ബുക്ക് വായിച്ചാളാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ബി യു സെൽഫ്. നമുക്ക് വേണ്ടി ആദ്യം ജീവിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇത് ഒരു പോയിന്റാണ്, ഒരിക്കലും ഇത് മിസ് ചെയ്ത്. ഇത് ഞാൻ എൻ്റെ ലൈഫിലെ അനുഭവം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ്. ഓക്കെ, ചിലപ്പോൾ ഈ കാര്യം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ എന്താ ഇത് പറയണേ, മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ, നമ്മള് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കണം. ഫസ്റ്റ് നമ്മൾ നമ്മളെ സഹായിച്ചിട്ട് മാത്രം മറ്റുള്ളവരെ സഹായിക്കാൻ പോവാ. ഇത് കുറച്ച് കേൾക്കുമ്പോൾ ഹാർഷാണെങ്കിലും ഇത് ലൈഫിൽ യൂസ് ചെയ്യേണ്ട ഫസ്റ്റ് ടൂളാ. ഞാൻ ആ ടൂൾ യൂസ് ചെയ്തതിന് ശേഷമാണ്, അതുകൊണ്ട് മാത്രം എനിക്ക് ഈ 75 ആട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പോയാലും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും, ആരെങ്കിലും വിളിക്കും, അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. എനിക്ക് ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും എൻ്റെ പുതിയ വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൻ്റെ ഒരു അച്ചീവ്മെന്റ്. എന്നും അപ്ഡേറ്റ് ആയി കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ നമ്മളെ ക്യാരക്ടർ ഇങ്ങനെ ഹൈയിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാ പിന്നെ നമുക്ക് ബുക്കിലേക്ക് വായിക്കാം. ഇത് നമ്മളൊരു അടിപൊളി ഇക്വേഷൻ ആണ് ഇന്ന് പഠിച്ചത്. കാരണം നമ്മുടെ ഹാബിറ്റിന് എന്തെങ്കിലും ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന സാധനം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ്, ഇത് വർക്കിംഗ് ആണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിട്ടോ. അങ്ങനെ നമ്മൾ നേരെ നടക്കാൻ ഇറങ്ങി. ഇന്ന് കണ്ണാട്ട വന്നില്ല, ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മളിങ്ങനെ വൈബ് അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ആളെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, നല്ല രസമാണ്.
ഞാനിപ്പോൾ ഈ ഈവനിങ് വാക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. രാവിലെ സെൽഫി എടുത്തു, രാവിലത്തെ വർക്കൗട്ട് സെറ്റാക്കി, 4 ലിറ്റർ വെള്ളം കുടിച്ച്, പിന്നെ ഹെൽത്തി ഫുഡായിരുന്നു, 10 പേജ് ബുക്ക് വായിച്ചു, വർക്കൗട്ട് ഈവനിങ് പോയി, വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒക്കെ സെറ്റാക്കി. അതൊരു അന്തസ് ടിക്കറിനതിൻ്റെ ഫീലേ. എന്തായാലും ഗുഡ് നൈറ്റ്, നമുക്ക് നാളെ കാണാം.